നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരേ സമയം തന്നെ ഒരുപാട് ശത്രുക്കളോട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഒരു വർഷത്തോളം പൂർത്തിയായിരിക്കുകയാണ്. പക്ഷേ ഇസ്രായേലിൽ ഇപ്പോൾ ക്ഷീണം വരും എന്ന് വിചാരിച്ചിരുന്ന ശത്രുക്കൾക്കെല്ലാം ഇരട്ടി പ്രഹരമായിരുന്നു ഇസ്രായേൽ നൽകിക്കൊണ്ടിരുന്നിരുന്നത്. അതിന് ശക്തനായ ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ബന്ദികളുടെ കാര്യത്തിൽ മാത്രമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ സ്വന്തം രാജ്യത്തു നിന്ന് തന്നെ വിമർശനങ്ങൾ ഉയരുന്നുണ്ടായിരുന്നത്. എന്നിരുന്നാലും പല സൈഡിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നാലും കൂടുതൽ ശക്തി ആർജിച്ചുകൊണ്ട് തങ്ങളുടെ ഇസ്രായേൽ പടയോട് കൂടുതൽ ശക്തിയോടുകൂടിയും ഇരട്ടി പ്രഹരത്തോടുകൂടിയും ശത്രു രാജ്യങ്ങൾക്ക് മേൽ വലിയൊരു ആഘാതം ഉണ്ടാക്കാൻ തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു എപ്പോഴും ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. പ്രോസ്റ്റേറ്റ് നീക്കം ചെയ്യുന്നതിനുള്ള ശസ്ത്രക്രിയയാണ് നടത്തുന്നത്. 75-കാരനായ നെതന്യാഹു ഈ വർഷം തന്നെ ഹെർണിയ ശസ്ത്രക്രിയയ്ക്കും വിധേയനായിരുന്നു. എയിൻ കെറേമിലെ ഹദാസ മെഡിക്കൽ സെന്ററിലായിരുന്നു ഈ ശസ്ത്രക്രിയ നടന്നത്. ശസ്ത്രക്രിയക്കിടയിലും രാജ്യത്തിന്റെ അധികാരം നെതന്യാഹുവിന് തന്നെയായിരിക്കും. താൽക്കാലികമായി പോലും ചുമതല ആർക്കും കൈമാറില്ല. പതിവ് പരിശോധനയ്ക്കിടെയാണ് നെതന്യാഹുവിന് ഹെർണിയ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളതായി മനസ്സിലാക്കിയത്. തുടർന്നാണ് നെതന്യാഹുവിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാൻ തീരുമാനിച്ചത്. ഇന്ന് തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ ശസ്ത്രക്രിയയ്ക്കായി ഹദാസ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും. ബുധനാഴ്ചയാണ് നെതന്യാഹുവിന്റെ ആരോഗ്യ പ്രശ്നം ഡോക്ടർമാർ കണ്ടെത്തിയതും. പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് ഇക്കാര്യം അറിയിച്ചത്. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടെ തീവ്രവാദ സംഘടനകൾക്കെതിരെ ഇസ്രായേൽ ശക്തമായ പോരാട്ടം തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ നെതന്യാഹുവിനെ ആശുപത്രിയിൽ കഴിയേണ്ടി വരുന്നത്. കഴിഞ്ഞ മാർച്ചിലാണ് നെതന്യാഹു ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. പല ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും യുദ്ധക്കളത്തിലടക്കം അദ്ദേഹം സൈനികരുമായി നേരിട്ട് സംസാരിക്കാനും പലയിടങ്ങളിലും അദ്ദേഹം സന്ദർശനം നടത്തുകയും ചെയ്തിരുന്നു. പല ശത്രു രാജ്യങ്ങളുടെ വെല്ലുവിളിക്കും കൃത്യമായ മറുപടിയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിലൂടെയും തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും വീഡിയോ ആയിട്ടും അദ്ദേഹം പോസ്റ്റ് ചെയ്തിരുന്നു. കുറച്ചു കാലമായിട്ട് ക്രമരഹിതമായ ഹൃദയമിടിപ്പിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ അദ്ദേഹത്തിന് പേസ് മേക്കറും പിടിപ്പിച്ചിരുന്നു. ടെൽ ഹഷോമറിലെ തന്റെ സ്വകാര്യ വസതിക്ക് സമീപത്ത് വെച്ച് നേരിയ തലചുറ്റലുണ്ടായതിനെ തുടർന്നാണ് അന്ന് നെതന്യാഹുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കടുത്ത ചൂട് മൂലമുണ്ടായ നിർജ്ജലീകരണമാണ് അസ്വസ്ഥതയ്ക്ക് കാരണമെന്നായിരുന്നു ഡോക്ടർമാരുടെ വിശദീകരണം. തുടർന്ന് നെതന്യാഹുവിന്റെ ഹൃദയത്തിന്റെ പ്രവർത്തനം വിലയിരുത്താനുള്ള നിരീക്ഷണ ഉപകരണം ഡോക്ടർമാർ ഘടിപ്പിച്ചിരുന്നു. ഇതിലൂടെയാണ് ഹൃദയത്തിൽ ബ്ലോക്ക് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെതന്യാഹുവിന് പേസ് മേക്കർ ഘടിപ്പിക്കാൻ ഡോക്ടർമാർ തീരുമാനിച്ചത്. 2013 ഹെർണിയ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ സമയത്ത് നെതന്യാഹു പ്രധാനമന്ത്രിയുടെ ചുമതല ഉപപ്രധാനമന്ത്രിയായിരുന്ന യാരിവ് ലെവിനെ ഏൽപ്പിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷത്തിന്റെ ഫലമായി 45,000-ലധികം പലസ്തീൻ പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. 100,000-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹിസ്ബുള്ള ഭീകരർ വെടിനിർത്തലിന് തയ്യാറാവുകയും ഹമാസ് കീഴടങ്ങലിന്റെ വക്കിൽ എത്തുകയും ചെയ്ത സമയത്താണ് ഹൂത്തി വിമതർ ഇസ്രായേലിലേക്ക് ആക്രമണം ആരംഭിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും അവർ ഇസ്രായേലിലേക്ക് അയച്ചിരുന്നു. ഇതിന് തിരിച്ചടിയായി ഇസ്രായേൽ കഴിഞ്ഞ ദിവസവും ഹൂത്തികളുടെ ശക്തി കേന്ദ്രമായ യമനിലെ സനയിൽ രൂക്ഷമായ ആക്രമണം നടത്തിയിരുന്നു. ഇതിനിടെയാണ് നെതന്യാഹുവിന്റെ ശസ്ത്രക്രിയ. അതേസമയം ഗാസയിൽ പ്രവർത്തനക്ഷമമായിരുന്ന അവസാനത്തെ ആശുപത്രികളിലൊന്നായ കമാൽ അദ്വാനിൽ ഇസ്രായേൽ സൈന്യം വസ്ത്രങ്ങൾ അഴിപ്പിച്ച് 12 മണിക്കൂറിലധികം തന്നെ തണുപ്പത്ത് നിർത്തിയെന്ന് നഴ്സ് ഇസ്മയ അൽഖൗലത്ത് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. പലപ്പോഴും ഇസ്രായേൽ ഗാസയിലെ വെസ്റ്റ് ബാങ്കിലെ അടക്കം പല ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തുമ്പോഴെല്ലാം തന്നെ വിമർശനങ്ങൾ ഉയരുമ്പോൾ അതിന്റെ താഴെയായിട്ടായിരിക്കും ഹമാസിന്റെ താവളങ്ങൾ ഉണ്ടാവുക. പല മാരകമായിട്ടുള്ള ആയുധങ്ങളും മിസൈൽ സംവിധാനങ്ങളടക്കം ഈ ആശുപത്രികൾക്കടിയിലും അതുപോലെ തന്നെ സ്കൂൾ കെട്ടിടങ്ങൾക്കടിയിലും ഹമാസ് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഇസ്രായേൽ കണ്ടെത്തുകയും അത് നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പുറത്തേക്ക് മാധ്യമങ്ങളിലൂടെ വാർത്ത വരുമ്പോൾ അത് ഒരു ആശുപത്രിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി എന്ന് മാത്രമേ വരാറുള്ളൂ. ഇന്നും പരിശോധനയ്ക്കായി ശിരോവസ്ത്രം അഴിക്കാത്ത സ്ത്രീകളുടെ മുഖത്തടിച്ചെന്നും ശുചിമുറിയിൽ പോലും പോകാൻ അനുവദിച്ചില്ല, തങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മുറിവേറ്റ രോഗികളെ സൈന്യം മർദ്ദിച്ചുവെന്നും സർജറി വിഭാഗത്തിന് തീയിട്ടു എന്നും പറയുന്നുണ്ട്. അതേസമയം തന്നെ ഹമാസിന്റെ താവളങ്ങൾ കൃത്യമായി കണ്ടുപിടിച്ചതിന് ശേഷമായിരിക്കും ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടാവുക എന്നാണ് ഒരു ഭാഗത്തു നിന്ന് ഉയരുന്ന ആരോപണങ്ങൾ. ഏതായാലും
ഈ കൂട്ടത്തിൽ ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ഹുസാം അബു സാഫിയും ഉണ്ടായിരുന്നു. കൊടുംതണുപ്പിലൂടെ 2 മണിക്കൂറോളം നടത്തിയാണ് രോഗികൾ അടക്കമുള്ളവരെ അൽഫരീഖ് സ്ക്വയറിൽ എത്തിച്ചതെന്നും നിസ്സഹായരായവരുടെ മുഖത്ത് ഇസ്രായേൽ സൈന്യം തുപ്പിയെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടുവരുന്നത്. കണ്ണുമൂടി കെട്ടിയതായും കമാൽ അദ്വാനിലെ ജീവനക്കാരി ഷൊറൂഖ് അൽ റൻതീസിയും പറഞ്ഞു. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഗാസയിലേക്കും ഹൂത്തികളുടെ യമൻ കേന്ദ്രീകരിച്ചുള്ള പല കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.